ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യുദ്ധക്കെടുതിയിൽ ഗാസയും യുക്രൈനും. യുദ്ധം തുടരുന്നതിനാൽ പലസ്തീനിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ മതപരമായ ചടങ്ങുകളായി മാത്രം പരിമിതപ്പെടുത്തുമെന്ന് ഗാസയിലെ ചർച്ച് അഫയേഴ്സ് ഹയർ പ്രസിഡൻഷ്യൽ കമ്മിറ്റി തലവൻ ഡോക്ടർ റാംസി ഖൗരി അറിയിച്ചു. ഈ ക്രിസ്മസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ശാശ്വതമായ സമാധാനം സ്ഥാപിക്കുന്നതിനുമുള്ള പ്രാർത്ഥനകൾക്കും അഭ്യർത്ഥനകൾക്കും സമർപ്പിക്കണമെന്നും ക്രിസ്മസ് പ്രാർത്ഥനകളിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ പലായനം ചെയ്യുകയോ കാണാതാവുകയോ ചെയ്ത പലസ്തീനിലെ കുട്ടികളെയും സ്ത്രീകളെയും കുടുംബങ്ങളെയും ഓർക്കണമെന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സമാധാനത്തിന്റെ രാജകുമാരനായ യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നതിന്റെ സന്തോഷം പലസ്തീന് നിഷേധിക്കപ്പെടുകയാണ്. പലസ്തീൻ ജനതയ്ക്ക് ലോകത്തിലെ മറ്റെല്ലാ ജനങ്ങളെയും പോലെ സ്വാതന്ത്ര്യവും നീതിയും ആസ്വദിക്കാനും അവകാശമുണ്ട്. പലസ്തീൻ ജനതയ്ക്ക് ലോകത്തിലെ മറ്റെല്ലാ ജനങ്ങളെയും പോലെ സ്വാതന്ത്ര്യവും നീതിയും ആസ്വദിക്കാനും അവകാശമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 ഗാസയിൽ ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടൽ തുടങ്ങിയത്. ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ 44,176 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 1,04,473 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുറഞ്ഞത് 11,000 പേരെ കാണാതായി. നിരവധി വീടുകൾ തകർന്നു. യുദ്ധത്തെ തുടർന്ന് വടക്കൻ ഗാസ കടുത്ത ക്ഷാമത്തിന്റെ പിടിയിലാണ്. അതും ആഘോഷങ്ങൾക്ക് തടസ്സമാണ്. ഇസ്രയേൽ അധിനിവേശം മൂലം ഗാസ മുനമ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 20 ലക്ഷം ആളുകളാണ് പലായനം ചെയ്തത്. അവരിൽ ഭൂരിപക്ഷവും ഈജിപ്തിന്റെ അതിർത്തിക്കടുത്തുള്ള ജനസാന്ദ്രതയേറിയ നഗരമായ റഫേലാണുള്ളത്. കിഴക്കൻ യുക്രൈനിലെ പെക്രോവാസ് കരോൾ ഓഫ് ദ ബെൻസിന്റെ ജന്മസ്ഥലമാണത്. എന്നാൽ ഈ വർഷം അവിടെ ആഘോഷങ്ങളൊന്നുമില്ല. വിജനമായ തെരുവുകളിലും അസ്ഥികൂടം പോലുള്ള കെട്ടിടങ്ങളിലും മഞ്ഞിന്റെയും പൊടിപടലവും കനത്ത ഷെല്ലാക്രമണത്തിന്റെ നിരന്തരമായ ശബ്ദവും മാത്രമേയുള്ളൂ. പെക്രോസ്കാവാണ് റഷ്യയുടെ അടുത്ത ലക്ഷ്യം. അവരുടെ സൈന്യം ഇപ്പോൾ നഗരകേന്ദ്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ്. കെട്ടിടങ്ങളും വീടുകളും മാത്രമല്ല തകർക്കപ്പെട്ടിട്ടുള്ളത്. റഷ്യ തങ്ങളുടെ സാംസ്കാരിക സ്വത്വം മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണെന്ന് യുക്രൈൻ ജനത വിശ്വസിക്കുന്നു. നഗരത്തിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഇതിനകം പലായനം ചെയ്തു കഴിഞ്ഞു. അവിടുത്തെ ഗ്യാസ് വിതരണം നിലച്ചു. പല വീടുകളിലും വൈദ്യുതിയും വെള്ളവുമില്ല. തീരെ നിവൃത്തിയില്ലാത്തവർ മാത്രമാണ് അവിടെ തുടരുന്നത്. നഗരം ഇതിനകം തന്നെ ഏറ്റവും മോശമായതിനെ നേരിടാൻ തയ്യാറെടുത്തിട്ടുണ്ട്. പ്രശസ്ത സംഗീത സംവിധായകൻ മൈക്കോല ലിയോണ്ടാവിച്ചിന്റെ പ്രതിമ ഇതിനകം നീക്കം ചെയ്യുകയും അദ്ദേഹത്തിന്റെ പേര് വഹിച്ചിരുന്ന സംഗീത വിദ്യാലയം ഇപ്പോൾ ശൂന്യമാവുകയും ചെയ്തു. ലിയോണ്ടാവിച്ച് പാശ്ചാത്യ ലോകത്ത് അത്ര പ്രശസ്തനല്ല. എന്നാൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഈണം ലോകമെമ്പാടും പരിചിതമാണ്. 1904 1908 ഇടയിൽ പൈക്രോവ്സ്കിൽ താമസിക്കുമ്പോഴാണ് അദ്ദേഹം ഷിച്ചെഡിക് എഴുതിയത്. യുക്രൈൻ നാടോടി ഗാനത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു സംഗീതം. അമേരിക്കൻ സംഗീത സംവിധായകൻ പീറ്റർ വിൽഹൌസ്കി ഈ ഗാനത്തിന് ഇംഗ്ലീഷ് വരികൾ എഴുതിയതോടെ കരോൾ ഓഫ് ദ ബെൽസ് എന്ന പേരിൽ ലോകപ്രസിദ്ധമായി. ലിയോണ്ടോവിച്ചിന്റെ പേരുള്ള സ്കൂളിൽ അടുത്ത കാലം വരെ സംഗീതം പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒരു യുക്രൈൻ ബാൻഡിനെ സംബന്ധിച്ചിടത്തോളം ചെറുത്തുനിൽപ്പിനെ പ്രചോദിപ്പിക്കാനുള്ള ഒരു ഗാനമായി ഷിച്ചെഡ്രിക് മാറി. അവർ അത് യുദ്ധഭൂമിയിൽ പോലും ഉപയോഗിക്കുന്നു. സൈനികരുടെ ആത്മാവിനെ ഉയർത്താൻ ഈ ഗാനം സഹായിക്കുമെന്ന് ബാൻഡിന്റെ തലവനായ കേണൽ ബൊഹ്ദാൻ സഡോറോസ് പറഞ്ഞു. പെക്രോസ്കോവിന്റെ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ ഡയറക്ടർ ആഞ്ചലീന റോഷ്കാവ ഇതിനകം തന്നെ അതിന്റെ വിലയേറിയ വസ്തുക്കളിൽ ഭൂരിഭാഗവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. യുക്രൈന്റെ പ്രദേശം പിടിച്ചെടുക്കൽ മാത്രമല്ല റഷ്യ ആഗ്രഹിക്കുന്നതെന്ന് അവർ പറഞ്ഞു. 1921 ഒരു സോവിയറ്റ് ഏജന്റിന്റെ വെടിയേറ്റാണ് ലിയാൻഡോവിച്ചിന്റെ ജീവിതം അവസാനിച്ചത്. അദ്ദേഹത്തിന്റെ രചന യുമെക്സ്കിന്റെ സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടത്തിന്റെ പ്രതീകമാണിപ്പോൾ.